ഹേ ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഈവനിങ് ആയപ്പോൾ വിചാരിച്ചു പായസം ഉണ്ടാക്കിയാലോ എന്ന്. ഹസ്ബൻഡ് നേരത്തെ പാലട പ്രഥമനൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്, ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കിക്കോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ പിന്നെ പായസത്തിന് വേണ്ടിയ സാധനം ഒരു പാല് മാത്രമല്ല ഉള്ളൂ. അപ്പോൾ അത് വേഗം ഫ്രിഡ്ജിൽ പോയി എടുത്തു, ആവശ്യത്തിന് വേണ്ടിയതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നേരെ ഗ്യാസ് ഓണാക്കി നമ്മൾ നേരെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചു കേട്ടോ. എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വാങ്ങി വെച്ചാലും അത് ഉണ്ടാക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണോ? അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് സെറ്റാക്കി. അപ്പോഴേക്കും ഞാൻ ചെറിയൊരു ബൗളിലേക്കും എനിക്ക് വേണ്ട, അതായത് ഹസ്ബൻഡ് ഷുഗർ കട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് മാത്രം മതി പായസം. അപ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ ഉള്ള ഏകദേശം ഒരു കണക്ക് നോക്കിയെടുത്ത് ബാക്കി എടുത്ത് വെച്ചാട്ടോ ചെയ്തത്. അപ്പം എൻ്റെ ഉമ്മ പറയലുണ്ടായിരുന്നു, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്താൽ ടേസ്റ്റ് കൂടുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതറിയുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിയും പാല് നല്ലോണം തിളച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ ഈ പാലട മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പാലട മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം തന്നെ കുറേ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇളക്കുന്നതിലാണ് നമ്മളെ പായസത്തിന് ടേസ്റ്റ് കൂടും. എൻ്റെ ഉമ്മയൊക്കെ ചെയ്യുന്നൊരു കാര്യമായിരുന്നു അത്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും ഇഷ്ടം വരുന്ന സമയത്ത് നിങ്ങളും ഇഷ്ടമുള്ളത് ഉണ്ടാക്കുന്ന കൂട്ടത്തിലൊക്കെയാണോ? ഞാനതിൽ പെട്ടതാട്ടോ. എന്താ പറയുക, ഭക്ഷണത്തിനോട് വല്ലാത്തൊരു പുതിയ ആഗ്രഹമാണ്. അപ്പോൾ തോന്നുന്നു അപ്പോൾ ഉണ്ടാക്കും. അങ്ങനെ ഏകദേശം ഇത് തെളിച്ച് വരാനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വീണ്ടും കുറേ ഇളക്കി കൊടുത്തു കേട്ടോ. പക്ഷേ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു മുഴുപ്പില്ലാത്ത പോലെ. നമുക്ക് പായസമൊക്കെ കിട്ടും, നല്ല മുഴുത്ത പായസമല്ലേ കിട്ടുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ട്രിക്ക് എടുത്താലോ എന്ന്. വേറൊന്നുമല്ല, ഈ പാലട മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒരു പേസ്റ്റ് മോഡൽ അരച്ചെടുക്കുക. എന്നിട്ട് ഈ പായസത്തിലേക്ക് ഇട്ടെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പായസം വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അഥവാ ഇങ്ങനെ ഒരു മുഴുപ്പില്ലാത്ത പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചങ്ങനെ ചെയ്താൽ മതി. കാരണം ഇതിൽ തന്നെ എന്താ പറയുക, മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റൊക്കെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ഒരു പേസ്റ്റ് അരച്ച് കൊടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഫസ്റ്റിലും ഇപ്പോഴും ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. ദെൻ ഫൈനലി പായസം സെറ്റായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ വീണ്ടും കാണാം.